A crown may rule a kingdom, but it can never rule the heart of the people. When freedom is denied and justice is forgotten, ordinary people rise to do extraordinary things. That is the spirit of French Revolution. ഒരു കിരീടത്തിന് ഒരു രാജ്യം ഭരിക്കാനാകും, പക്ഷെ ജനങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കാനാവില്ല. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയും നീതി മറയ്ക്കപ്പെടുകയും ചെയ്യുമ്പോൾ സാധാരണ ജനങ്ങൾ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ ഉയർത്തെഴുന്നേൽക്കും. അതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആത്മാവ്. വെൽക്കം ബാക്ക് സോഷ്യോ ബാച്ച് നമ്പർ 1 പാർട്ട് 1, ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫെർട്ടാനിറ്റി. ദ ലേറ്റർ പാർട്ട് ഓഫ് 18th century, 18ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടം. വർഷങ്ങളായി നിലനിന്നിരുന്ന ഫ്രാൻസിൻ്റെ ഏകാധിപത്യ രാജ്യഭരണ വ്യവസ്ഥകൾക്കെതിരെ അവിടുത്തെ മൂന്നാം എസ്റ്റേറ്റുകൾ എന്നറിയപ്പെടുന്ന സാധാരണ ജനങ്ങൾ, ദ കോമൺ പീപ്പിൾ, രാഷ്ട്രീയ വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. എസ്റ്റേറ്റ് ജനറലുകൾ എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് പാർലമെൻറ്റിലേക്ക് സാധാരണ അംഗങ്ങൾക്ക് അനുമതി നിഷേധിച്ചപ്പോൾ 1789 ജൂൺ 20 തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ അവർ സ്വന്തമായി നാഷണൽ അസംബ്ലി രൂപീകരിക്കുകയും ഫ്രാൻസിന് വേണ്ടി ഒരു പുതിയ ഭരണഘടന, ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുന്നതുവരെ ഞങ്ങൾ ഈ കൂട്ടായ്മ പിരിച്ചുവിടില്ല എന്നും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ രാഷ്ട്രീയപരമായ ആദ്യ തുടക്കം. ഇതിനെ ടെന്നീസ് കോർട്ട് ഓത്ത് അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന പേരിലും ചരിത്രത്തിൽ അറിയപ്പെടുന്നു. ഫ്രാൻസ് പോലെയുള്ള ഒരു രാജ്യത്തിനകത്ത് ഇത്തരത്തിൽ സാധാരണ ജനങ്ങളിൽ നിന്ന് ഒരു വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിക്കണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു വൈറ്റൽ റീസൺ ഉണ്ടായിരിക്കണം, അതിനൊരു കാരണമുണ്ടായിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അബ്സല്യൂട്ട് മൊണാർക്കി, അല്ല എങ്കിൽ സമ്പൂർണ്ണ രാജവാഴ്ച. ഫ്രാൻസ് ഭരിച്ചിരുന്നത് ബൂർബൺ ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്ന ഒരു രാജവംശമായിരുന്നു. ചരിത്രത്തിൽ നമുക്ക് അറിയപ്പെടുന്നത് പോലെ ലൂയി 14, ലൂയി 15, അവസാനമായിട്ട് ലൂയി 16. ഇവർ സാധാരണ രീതിയിൽ സമ്പൂർണവും അനിയന്ത്രിതവുമായിട്ടുള്ള ഒരു അധികാരമാണ് രാജ്യത്തിനകത്ത് പ്രയോഗിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് സാധാരണ ജനങ്ങളുടെ ഇടയിൽ അവർക്കാണല്ലോ കൂടുതലായിട്ടും നികുതിയും നികുതി സമ്പ്രദായങ്ങളും. ഇതിന് തൊട്ട് മുകളിലുള്ള എല്ലാ ആൾക്കാരും, അതായത് ഇപ്പോൾ പ്രഭുക്കന്മാരാവട്ടെ, പുരോഹിതന്മാരാവട്ടെ, തുടർന്ന് നമ്മൾ പഠിക്കുന്ന ഈ വിഭാഗക്കാരാവട്ടെ, എല്ലാവരും സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് അവർ ആ രാജ്യത്തിനകത്ത് ഒരു ഭരണ നിർവഹണം സാധിച്ചു കൊണ്ടിരുന്നത്. അതിൽ തന്നെ ഒട്ടും മാറ്റമില്ലാതിരുന്ന വിഭാഗമാണ് ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്നിരുന്ന രാജ്യവിഭാഗങ്ങൾ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ രാജവംശം എന്നറിയപ്പെടുന്നത്. ഇവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോട്ടീവ്, അല്ലെങ്കിൽ രാജവിഭാഗങ്ങളെ നമ്മൾ അനുസരിക്കണം, സാധാരണ ജനങ്ങളെന്നറിയപ്പെടുന്നത് അതിന് അണ്ടർ കൺട്രോളിലാണ് വരേണ്ടത്, അങ്ങനെ വിശ്വസിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഡിവൈൻ റൈറ്റ് തിയറി എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ദൈവദത്ത അധികാരം. എന്താണ് ഈ ദൈവദത്ത അധികാരം എന്നറിയപ്പെടുന്നത്? തങ്ങളുടെ അധികാരം, അതായത് രാജാക്കന്മാരുടെ പൂർണ്ണമായിട്ടുള്ള അധികാരം നേരിട്ട് ദൈവത്തിൽ നിന്നാണ് ലഭിച്ചതെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ വിശ്വസിച്ചിരുന്നത് ദൈവദത്ത അധികാര സിദ്ധാന്തമാണ്. അതിനെയാണ് നമ്മൾ ഡിവൈൻ റൈറ്റ് തിയറി എന്നറിയപ്പെടുന്നത്. അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ ഉത്തരവാദിത്തമില്ലായ്മ. ജനങ്ങളുടെ മേലോ ജനങ്ങൾക്ക് സേവ ചെയ്യുന്നതിലൂടെ, ഒരു സർവീസ് ചെയ്യുന്നതിലൂടെയോ ഒരു തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും ഞങ്ങൾക്കില്ല. പൂർണ്ണമായിട്ടത് ഞങ്ങളുടെ ദൈവദത്തപരമായിട്ട് ദൈവം ഞങ്ങൾക്ക് നൽകിയതാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും നമ്മൾ ദൈവത്തെ അനുസരിക്കണം. അവർക്കിഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവർ നൽകി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഡിവൈൻ റൈറ്റ് തിയറിയുള്ള ഈ ആളുകളെ സർവീസ് ചെയ്യേണ്ടത് സാധാരണ ജനങ്ങളായ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമാണ്, അത് ഞങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു അവകാശം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത സാധാരണ ജനങ്ങൾക്കുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള മാറ്റമാണ്, ആ ചിന്തയിൽ നിന്നുള്ള, ആ തോട്ട് പ്രോസസ്സിൽ നിന്നുള്ള ഒരു മാറ്റമായിരുന്നു വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതിന് കാരണമായിട്ട് മാറിയത്. ഫ്രാൻസ് എന്നറിയപ്പെടുന്ന രാജ്യം, അല്ലെങ്കിൽ ആ രാജവംശങ്ങൾ ഏറ്റവും കൂടുതൽ നേരിട്ട് കൊണ്ടിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയായിരുന്നു സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധി. അപ്പോൾ ഈ എക്കണോമിക്കൽ ക്രൈസിസ് ഉണ്ടാകുന്നതിന് ഒരുപാട് തരത്തിലുള്ള കാരണങ്ങളുണ്ട്. നമ്മൾ ആദ്യമൊക്കെ നോക്കിയതുപോലെ ആഡംബരപരമായിട്ടുള്ള ഒരു ജീവിത സൗകര്യങ്ങളാണ് ഇവർ കൊണ്ടുപോയിരുന്നതെന്നും ഒരു ഡിവൈൻ റൈറ്റ് തിയറി ഇവർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പൂർണ്ണമായിട്ടും ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ എന്നറിയപ്പെടുന്നത് ജനങ്ങളായിരുന്നു. ഇവർ കൊടുത്തിരുന്ന വ്യത്യസ്തമായിട്ടുള്ള നികുതികളുടെ അടിസ്ഥാനത്തിലാണ് ആ രാജ്യത്തിനകത്ത് ഈ പറയുന്ന ദൈവദത്തം അധികാരമാവട്ടെ, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ അവകാശ സർവീസുകളാവട്ടെ, ആഡംബര ജീവിതങ്ങളാകട്ടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, രാജാവിനെ രാജകാര്യങ്ങളിൽ വലിയ പ്രാധാന്യമൊന്നും, അല്ലെങ്കിൽ അതിനൊരു കോൺസെൻട്രേഷൻ പവറൊന്നും ഇവർ കൊടുത്തിട്ടില്ലായിരുന്നു. പ്രത്യേകിച്ച് ലൂയി 14, 15, അതേപോലെ തന്നെ 16. അനാവശ്യമായിട്ടുള്ള രാജ്യകാര്യങ്ങളിൽ ഇടപെടുന്ന രാജ്ഞിമാരും, അല്ലെങ്കിൽ ഇവിടെ ഒരു പേര് പറയുന്നുണ്ട്, ക്യൂൻ ആൻറ്റോനെറ്റ് എന്നറിയപ്പെടുന്ന രാജ്ഞി.
കോൺസ്റ്റൻ്റ്ലി ആൻഡ് ദ വേസ്റ്റ്ഫുൾ ഇൻ്റർഫൈഡ് ഇൻ ദ ഗവൺമെൻറ് ഓഫ് അഫയേഴ്സ്. രാജ്യകാര്യങ്ങളിൽ അനാവശ്യമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ഇല്ലാതെ രാജ്യത്തിനകത്ത് എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ള ഒരു തരത്തിലുമുള്ള ഒരു പ്ലാനിങ്ങുകളുമില്ലാതെ രാജ്യകാര്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിരുന്ന ഒരു രാജ്ഞിയും ആ രാജ്യത്തിനകത്തുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മാത്രമല്ല അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിന് കാരണമായിട്ട് മാറിയത്. ഒരു രാജ്യം നശിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമതുള്ള കാരണങ്ങളായിരുന്നു കണ്ടിന്യൂസ് വാർ ഡ്രെയിൻഡ് ദ ഫ്രാൻസ് ട്രഷറി ആൻഡ് ബ്രോട്ട് ഇമ്മൻസ് സഫറിങ് ടു ദ പീപ്പിൾ. നിരന്തരമായിട്ടുള്ള യുദ്ധങ്ങൾ തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലും അതിന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളും പിടിച്ചടക്കുന്നതിന് വേണ്ടിയും അല്ലാതെയുള്ള നൊമഡിക്സുകളുടെ ആക്രമണങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വാറുകൾ നടന്നു. യുദ്ധങ്ങൾ നടന്നതുകൊണ്ട് തന്നെ ആ രാജ്യം നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു എക്സ്ട്രാ വാഗ്നൻ്റ് ലൈഫ് സ്റ്റൈൽ ഓഫ് ദ റോയൽ ഫാമിലി ഇൻക്രീസ് ദ മിസറി ഓഫ് ദ കോമൺ പീപ്പിൾ. രാജകുടുംബത്തിൻ്റെ ആഡംബരപൂർണ്ണമായിട്ടുള്ള ജീവിതശൈലി സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കഷ്ടപ്പാടുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു, അല്ലെങ്കിൽ ദുരിതങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇവർക്ക് എത്രത്തോളം സാമ്പത്തികമായിട്ട് ഉന്നമനം ഉണ്ടാകാൻ വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ സർവീസ് ചെയ്തിരുന്നവരായിരുന്നു കോമൺ പീപ്പിൾ എന്നറിയപ്പെടുന്ന ജനങ്ങൾ. അതുപോലെ തന്നെ ഇമ്മൻസ് റോയൽ എക്സ്പെൻസ് ആൻഡ് ദ വേസ്റ്റ്ഫുൾ സ്പെൻഡിങ് ഡിപ്പെൻഡ് ഓൺ ദ എക്കണോമിക്കൽ ക്രൈസിസ്. വൻതോതിലുള്ള രാജകീയ ചെലവുകളും ധൂർത്തും രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ വഷളാക്കി. ധൂർത്ത് എത്രത്തോളം കൂടുന്നുവോ അതിനനുസരിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക ശേഷിയും കുറഞ്ഞുകൊണ്ടേയിരുന്നു. ട്രഷറികൾ കാലിയാവാനായിട്ട് തുടങ്ങി. ഫ്രഞ്ച് സമൂഹത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള ഒരു അസമത്വങ്ങൾ മാത്രമായിരുന്നില്ല ഒരു വിപ്ലവങ്ങൾക്ക് വഴിതെളിക്കുന്നതിന് കാരണമായിട്ട് മാറിയത്. സമൂഹത്തെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ വ്യത്യസ്ത തട്ടുകളായിട്ട് തരംതിരിച്ചിരുന്നു. ഒരു ഡിവൈൻ റൈറ്റ് തിയറി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവദത്ത അധികാരത്തിലൂടെയായിരുന്നു രാജഭരണങ്ങൾ പോയിരുന്നതെങ്കിൽ അവിടെ ഏറ്റവും ഉയർന്ന തട്ടുകളിലേക്ക് ഇരുന്നത് അല്ലെങ്കിൽ പൊസിഷൻ അലങ്കരിച്ചിരുന്നത് അവരായിരുന്നു ക്ലർജീസുകൾ എന്നറിയപ്പെടുന്നത്, പുരോഹിത വിഭാഗം. ഫ്രഞ്ച് സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന പദവി അനുഭവിച്ചിരുന്ന വിഭാഗമായിരുന്നു ഇവർ. ഇവരെ ഒന്നാം എസ്റ്റേറ്റുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്ത 3 എസ്റ്റേറ്റുകളായിട്ടായിരുന്നു തരംതിരിച്ചിരുന്നത്. അതിൽ ഏറ്റവും ഉയർന്ന വിഭാഗക്കാരായിരുന്നു ഒന്നാം എസ്റ്റേറ്റുകൾ എന്നറിയപ്പെടുന്ന പുരോഹിത വിഭാഗം. സർക്കാരിലേക്ക് യാതൊരുവിധ നികുതികളും അടയ്ക്കേണ്ടതില്ലായിരുന്നു ഇവർ. ഫ്രാൻസിൻ്റെ വലിയൊരു ശതമാനം ഭൂമിയും പള്ളിയുടെയും പുരോഹിതന്മാരുടെയും അധീനതയിലായിരുന്നു. ഇവർ സാധാരണ ജനങ്ങളിൽ നിന്ന് പിരിച്ചിരുന്ന ഒരു ടാക്സ് ആയിരുന്നു ടൈത്ത് എന്നറിയപ്പെടുന്നത്. കർഷകരിൽ നിന്ന് അവരുടെ വിളവിൻ്റെ 10% നികുതിയായി പിരിക്കാനുള്ള അധികാരം ഇവർക്ക് പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നു. അതായത് ഒരു വലിയ സമ്പത്തും അധികാരവും പ്രത്യേക അവകാശങ്ങളും അനുഭവിച്ചിരുന്ന വിഭാഗമായിരുന്നു പള്ളികളുടെ അധികാരം, അല്ലെങ്കിൽ ആ രാജ്യത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന അധികാരമുണ്ടായിരുന്ന പുരോഹിത വിഭാഗം. എന്നാൽ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഏകീകൃത ഭരണവ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഭരണവ്യവസ്ഥ കൈകാര്യം ചെയ്തിരുന്നവരായിരുന്നു രണ്ടാം എസ്റ്റേറ്റുകൾ എന്നറിയപ്പെടുന്ന പ്രഭു വിഭാഗം. നമ്മളങ്ങ് നേരത്തെ ചരിത്രത്തിൽ പഠിച്ചിരുന്നത് പോലെ തന്നെ പ്രഭു വിഭാഗമായിരുന്നു ഒരു ഫ്യൂഡലിസ്റ്റുകൾ എന്നറിയപ്പെടുന്നത്, ഭൂ ഉടമകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇവർക്ക് ഉയർന്ന രാഷ്ട്രീയ, സൈനിക അതേപോലെ തന്നെ പള്ളികളുടെ പദവികളും വഹിച്ചിരുന്നവരായിരുന്നു രണ്ടാമത്തെ എസ്റ്റേറ്റുകൾ എന്നറിയപ്പെടുന്ന നോബിൾസ് അല്ലെങ്കിൽ പ്രഭു വിഭാഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ദേ ഓണേഡ് വാസ്റ്റ് ലാൻഡ് ആൻഡ് എൻജോയ്ഡ് മെനി പ്രിവിലേജ്. രാജ്യത്തിനകത്ത് വലിയ ഭൂസ്വത്തുക്കൾ സ്വന്തമായിട്ട് ഉണ്ടായിരുന്നവരായിരുന്നു. കൂടാതെ അവർ സമൂഹത്തിൽ നിരവധി പ്രത്യേക അവകാശങ്ങൾ, അതാണ് പ്രിവിലേജ് എന്ന് പറയുന്നത്, പ്രത്യേക അവകാശങ്ങൾ ഉണ്ടായിരുന്ന വിഭാഗമായിരുന്നു നോബിൾസ്. ഇവർ സാധാരണ ജനങ്ങളിലേക്ക് അന്യായമായിട്ടുള്ള നികുതികൾ, ദേ ഇമ്പോസ്ഡ് ഹെവി ആൻഡ് അൺജസ്റ്റ് ടാക്സസ് ഓൺ ദ കോമൺ പീപ്പിൾ. സാധാരണ ജനങ്ങളിലേക്ക് അന്യായമായിട്ടുള്ള പല നികുതി സമ്പ്രദായങ്ങളും അടിച്ചേൽപ്പിച്ചവരായിരുന്നു രണ്ടാമത്തെ വിഭാഗം എന്നറിയപ്പെടുന്ന നോബിൾസുകൾ എന്നറിയപ്പെടുന്നത്. തങ്ങളുടെ സ്വന്തം നേട്ടങ്ങൾക്കും ആവശ്യങ്ങൾക്കുമായി യാതൊരു പ്രതിഫലവും നൽകാതെ ജോലി ചെയ്യാൻ അവർ പാവപ്പെട്ട കർഷകരെ നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ കർഷകർ അതിനെതിരായിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അവരെ ഏതെങ്കിലും രീതിയിൽ കൊല്ലുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവരെ വകവരുത്തുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. അന്യായമായിട്ടുള്ള നികുതിയും അതുപോലെ തന്നെ തൊഴിലും ചെയ്ത വിഭാഗമായിരുന്നു സാധാരണ ജനങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇവരുടെ മേൽ നോബിൾസുകൾ എന്നറിയപ്പെടുന്ന പ്രഭുഭാഗം ഇമ്പോസ് ചെയ്തിരുന്ന ഒരു ടാക്സ് ആയിരുന്നു വിങ് ടീം എന്നറിയപ്പെടുന്നത്. അതായത് ഒരാളുടെ വരുമാനത്തിൻ്റെയോ സ്വത്തിൻ്റെയോ 20% 5% കൊടുത്തിട്ടുണ്ട്. വരുന്ന നികുതി സാധാരണ ജനങ്ങൾ ഇവർക്ക് പേ ചെയ്യണമായിരുന്നു. അതുപോലെ തന്നെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള അൺപെയ്ഡ് ലേബറും ഈ കാലഘട്ടത്തിൽ
പ്രഭുക്കന്മാർ ഇവരുടെ മേൽ ഇമ്പോസ് ചെയ്തിരുന്നു. ഈ റോഡുകളൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് നികുതികൾ അല്ലെങ്കിൽ ഫീസ് വാങ്ങാതെ തന്നെ അല്ലെങ്കിൽ പേ ചെയ്യാതെ തന്നെ അല്ലെങ്കിൽ പെയ്ഡ് ചെയ്യാതെ തന്നെ ഫ്രീ ആയിട്ട് രാജ്യത്തിന് വേണ്ടി സേവക ചെയ്യുക അല്ലെങ്കിൽ സർവീസ് ചെയ്യുക എന്നൊരു ഉത്തരവാദിത്തം സാധാരണ ജനങ്ങൾക്കുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിർബന്ധിതപരമായിട്ടുള്ള ജോലികൾ ചെയ്യിപ്പിക്കുമായിരുന്നു. അങ്ങനെ സാധാരണ ജനങ്ങളെ പൂർണ്ണമായിട്ടും ഒരു അടിമകളായിട്ട് വെച്ചിരുന്ന രണ്ട് വിഭാഗമായിരുന്നു പുരോഹിത വർഗവും അതേപോലെ തന്നെയാണ് നോബിൾസുകൾ എന്നറിയപ്പെടുന്ന ക്ലർജീസുകൾ എന്നറിയപ്പെടുന്ന പുരോഹിത വർഗവും നോബിൾസുകൾ എന്നറിയപ്പെടുന്ന പ്രഭു വിഭാഗം എന്ന പേരിലും അറിയപ്പെടുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വിഭാഗമായിരുന്നു കോമൺസ്, സാധാരണ ജനങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇവരെ മൂന്നാമത്തെ എസ്റ്റേറ്റുകൾ എന്ന പേരിൽ പറയുന്നു. സമൂഹത്തിലെ ബാക്കി വരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഉൾപ്പെട്ടിരുന്ന വിഭാഗം 98% അല്ലെങ്കിൽ 98% പോപ്പുലേഷനിൽ ഫ്രാൻസിൽ സാധാരണ ജനങ്ങളായിരുന്നു. ഫ്രഞ്ച് ജനസംഖ്യയുടെ 97% അല്ലെങ്കിൽ 98%. ഇതിൽ ഉൾപ്പെടുന്നവരായിരുന്നു കർഷകർ, തൊഴിലാളികൾ, കച്ചവടക്കാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ. അതുപോലെ തന്നെ തുടങ്ങിയ മിഡിൽ ക്ലാസ്സുകളായിട്ടുള്ള അല്ലെങ്കിൽ മിഡിൽ ഏജുകളായിട്ടുള്ള വിഭാഗം എല്ലാം ഉൾപ്പെട്ടിരുന്നത് കോമൺ പീപ്പിൾസിലായിരുന്നു. ഫ്രാൻസിലെ മുഴുവൻ നികുതിയും ഭാരവും ചുമന്നിരുന്നത് മൂന്നാം എസ്റ്റേറ്റുകാരായിട്ടുള്ള ഇവരായിരുന്നു. സർക്കാരിനോടുള്ള നേരിട്ടുള്ള നികുതിയായിട്ടുള്ള ടെയിലി, അതുപോലെ തന്നെ പള്ളിക്കുള്ള നികുതിയായിട്ടുള്ള ടൈത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു. കൂടാതെ പ്രഭുക്കന്മാർക്കുള്ള മറ്റു ഫീസുകൾ എന്നിവയെല്ലാം ഓരോ വർഷവും എത്രത്തോളമാണോ അവർ കൂട്ടുന്നത് അതിനനുസരിച്ച് നൽകേണ്ടിയിരുന്ന വിഭാഗമായിരുന്നു സാധാരണ ജനങ്ങൾ എന്നറിയപ്പെടുന്നത്. അവകാശങ്ങളില്ലായിരുന്നു. ജനസംഖ്യയിൽ ഭൂരിഭാഗമായിരുന്നിട്ടും ഇവർക്ക് സമൂഹത്തിൽ യാതൊരുവിധ, പ്രത്യേകിച്ച് ഈ ഭരണവിഭാഗങ്ങളിൽ പോലും അവകാശങ്ങൾ നേടാനായിട്ടുള്ള ഒരു അധികാരം ഇവർക്കില്ലായിരുന്നു. ചൂഷണങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന ഒരു വിഭാഗമാരായിരുന്നു. ഒന്നാമത്തെയും രണ്ടാമത്തെയും എസ്റ്റേറ്റുകാരുടെ കടുത്ത ചൂഷണത്തിനും അവഗണനയ്ക്കും ഇരയായിരുന്നവരായിരുന്നു സാധാരണ ജനങ്ങൾ എന്നറിയപ്പെടുന്ന കോമൺസ് എന്നറിയപ്പെടുന്നത്, ഈ വിഭാഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹെവി ടാക്സസ്, നമ്മൾ നേരത്തെ ടൈറ്റ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ പുഷ് ദ കോമൺ പീപ്പിൾ ടു ദ പോവർട്ടി ആൻഡ് മിസറി, കടുത്ത ദാരിദ്ര്യവും അതേപോലെ തന്നെ തൊഴിലില്ലായ്മ, ഇതെല്ലാം ഏറ്റവും കൂടുതൽ നേരിട്ട് കൊണ്ടിരുന്ന വിഭാഗമായിരുന്നു സാധാരണ ജനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതായിരുന്നു സമൂഹത്തെ ഒരു വിപ്ലവങ്ങളിലേക്ക് ആ കാലഘട്ടത്തിൽ നയിക്കുന്നതിന് കാരണമായിട്ട് തീർന്നത്. ഒരുപക്ഷേ മുകളിലുണ്ടായിരുന്ന ആ ഉയർന്ന വിഭാഗക്കാർ ഇവരെ കുറച്ച് ഫേവറബിൾ ആയിട്ടായിരുന്നു നോക്കിക്കണ്ടിരുന്നുവെങ്കിൽ വിപ്ലവം എന്നറിയപ്പെടുന്ന ഒരു സംഭവം തന്നെ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടാകാൻ സാധ്യത വളരെയധികം കുറവായിരുന്നു. എന്നാൽ ബ്യൂറോക്രാറ്റുകളായിട്ടുള്ളവരും അതേപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളും വ്യാവസായികളും ലേബേഴ്സുകളൊക്കെ സമൂഹത്തിലേക്ക് മുന്നിട്ട് എന്ന് മുതൽ ഇറങ്ങിയോ അന്ന് മുതൽ അവിടെ വലിയൊരു വിപ്ലവ പരമ്പരകൾക്ക് തുടക്കം കുറിക്കുന്നതിന് കാരണമായിട്ട് മാറി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പാർട്ട് വരെ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിച്ചത് പ്രധാനമായിട്ടും തുടക്കം, ഫ്രഞ്ച് റവല്യൂഷൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു, രാജ്യത്തിനകത്ത് എങ്ങനെയായിരുന്നു നികുതികൾ കടന്നു വന്നിരുന്നത്, രാജാക്കന്മാരുടെ ബൂർബൻ രാജവംശങ്ങളുടെ അധികാര ശ്രേണി എങ്ങനെയായിരുന്നു, സമൂഹത്തെ തന്നെ 3 തട്ടുകളായിട്ട് ആ കാലഘട്ടത്തിൽ തരംതിരിച്ചിരുന്നു: ക്ലർജി, നോബിൾസ് ആൻഡ് കോമൺ പീപ്പിൾ, സാധാരണ ജനങ്ങൾ, പ്രഭുവർഗങ്ങൾ, പുരോഹിത വർഗങ്ങൾ. താങ്ക് യു.